ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 236 ദിവസം. സൂറത്തുൽ ബഖറ 226. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. للذين يؤلون من نسائهم تربص 4 أشهر فإن فاءوا فإن الله غفور رحيم. സ്വന്തം ഭാര്യമാരുമായി സംസർഗമില്ലെന്ന് പ്രതിജ്ഞയെടുത്തവർക്ക് 4 മാസം അവധിയുണ്ട്. അവർ മടങ്ങുന്നുവെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. ശരീഅത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ ഇതിന് ഈലാ എന്ന് പറയുന്നു. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം എപ്പോഴും സുഖകരവും തൃപ്തികരവുമായെന്ന് വരില്ല. അതൃപ്തിക്കുള്ള കാരണങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കും. എന്നാൽ ഭാര്യയും ഭർത്താവും നിയമപരമായി വൈവാഹിക പാശത്താൽ ബന്ധിതരാണെങ്കിലും ഫലത്തിൽ ഭാര്യാഭർത്താക്കളല്ലെന്നോണം അകന്ന് കഴിയുന്നത് ശരീഅത്ത് ഇഷ്ടപ്പെടുന്നില്ല. അത്തരം വഴക്കുകൾക്ക് അള്ളാഹു 4 മാസക്കാലത്തെ അവധി നിശ്ചയിച്ചിരിക്കുന്നു. അതിനിടക്ക് ഒന്നുകിൽ അവരുടെ ബന്ധം ശരിപ്പെടുത്തണം, അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തുകയും ഇരുവരും സ്വതന്ത്രരായി തങ്ങൾക്കിഷ്ടമുള്ളവരുമായി പുനർവിവാഹത്തിലേർപ്പെടാൻ സൗകര്യമുണ്ടാക്കുകയും വേണം. അള്ളാഹുവിൻ്റെ പേരിൽ ശപഥം ചെയ്യുക, കാലം നിർണയിക്കുക എന്നീ സാങ്കേതികത്വങ്ങൾ മാറ്റി നിർത്തിയാൽ ഈലാ ഇക്കാലത്തും നമ്മുടെ നാട്ടിലും നടക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയാൽ ഭാര്യയെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിടുകയും ദീർഘകാലം അവളുമായി ബന്ധം സ്ഥാപിക്കുകയോ വിവാഹമോചനം ചെയ്യുകയോ ചെയ്യാതെ അവിടെ തന്നെ നിർത്തുകയും ചെയ്യുന്ന സമ്പ്രദായം ഈലാഇൻ്റെ വകഭേദം തന്നെയാണ്. സാങ്കേതികമായി നിയമത്തിന് ഇത്തരക്കാരെ പിടികൂടാനാവില്ലെങ്കിലും അവരുടെ ലക്ഷ്യം സ്ത്രീകളെ പീഡിപ്പിക്കുക എന്നതായതിനാൽ റബ്ബിൻ്റെ കോടതിയിൽ ഇത്തരം ഭർത്താക്കന്മാർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.